ഇതാരാ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങോട്ട് ഇരിക്കേ, ഇങ്ങോട്ട് പോര്, ഇവിടെ ഇരിക്കടാ. ആ പറ, എന്താ സംഭവം? സംഭവം വെച്ചാൽ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ഫംഗ്ഷനെ സത്യത്തിൽ അറട്ടന് ഫോൺ ചെയ്തതാ. പക്ഷെ പുള്ളി ജന്മന ഫോൺ എടുക്കുന്നില്ല. കാരണം ഒരുപാട് താരങ്ങൾ വരെ ഫോൺ എടുത്ത് സംസാരിച്ചു. പലരും ഷൂട്ടിംഗ് തിരക്കായതുകൊണ്ടാണ് വരാത്തത്. വലിയ വലിയ നടന്മാർ, പേര് പറയാനുള്ള അല്ല, അവരെക്കാളും കുറച്ചുകൂടി താഴെയുള്ള ആൾക്കാർ, കുറച്ചുകൂടി സ്റ്റാർ കുറഞ്ഞ ആൾക്കാർ. അല്ല, അതിനൊരു അങ്ങനെയല്ല. നമ്മളെ പേര് പറയാൻ വേണമെങ്കിൽ സുധീർ, ഡ്രാക്കുള സുധീറിനറിയാം. ഡ്രാക്കുളയിൽ അഭിനയിച്ച പുള്ളിനെ വിളിച്ചിരുന്ന, പുള്ളി ഷൂട്ടിംഗ് തിരക്കിലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പല നടന്മാരെ നമ്മൾ വിളിച്ചിരുന്നു. പലരും ഷൂട്ടിംഗ് തിരക്കിലാണ്. വിളിച്ചപ്പോ എടുത്തായിരുന്നല്ലോ. അല്ലല്ല, എനിക്ക് ഒരുപാട് എന്റെ ഷോർട്ട് ഫിലിം മാറ്റി വെച്ചിട്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോ സന്തോഷ് വർഗീയെ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുത്തില്ല. പിന്നെ നിങ്ങളെ പേസ് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നമ്പർ മിസ്സായി പോയി. അപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരുപാട് പെൺകുട്ടികളാണ് വന്നത് പരിപാടിക്ക്. പ്രായം കുറഞ്ഞ 12 വയസ്സിന് മുകളിലുള്ള ചെറിയ കുറച്ച് 10, 26, 28, 30 വയസ്സുള്ള ആൾക്കാർ, ചെറിയ കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ ചില ആൾക്കാർ മോശമായിട്ട് പറയും. ഞാനായിട്ട് ആ വീട്ടിൽ ഞാൻ ബന്ധപ്പെടുകയായിരുന്നു, മോശമായിട്ട് അവരായിട്ട് ഇൻവോൾവ് ചെയ്യുന്നെന്ന് പറഞ്ഞു ഒരു വ്യക്തി. പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇൻസ്റ്റാഗ്രാമിലൂടെ പറയുന്നുണ്ട്, ഞാൻ അവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു, പമ്പ വന്നിരുന്നു, പമ്പയായിട്ട് നമ്മൾ പരിപാടി. അപ്പൊ അങ്ങനെയൊക്കെ മോശമായിട്ട് വീട്ടില് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മോശം പരിപാടിയെന്ന് പറഞ്ഞാൽ മോശമൊന്നുമില്ല. നമ്മൾ ഒരുപാട് മീഡിയക്കാരുണ്ട്. നമ്മുടെ ഡോറെല്ലാം ക്ലോസ്ഡ് ആണ്. പിന്നെ ഡോറെല്ലാം ക്ലോസ്ഡ് ആണ്. മറ്റേ റൂം ബെഡ്റൂംസ് ഒക്കെ, മെയിൻ ബെഡ്റൂംസ് ഒക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ വാജിക്കലത്തിൽ 1-2 ബെഡ്റൂംസ് ഉണ്ട്. അപ്പൊ അതില് ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വന്നു, ബർത്ത്ഡേക്ക് ഒരുപാട് പേര് പങ്കെടുത്തു, പോയി. ഒട്ടുമിക്ക ആൾക്കാർക്കും ബോയ്സ് ആയിട്ട് വന്നു, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ. പിന്നെ 1-2 ഗേൾസ് ഒറ്റയ്ക്കൊക്കെ വന്ന ആൾക്കാരുണ്ട്. അപ്പൊ നല്ല രീതിയിൽ എന്നെ ഒരുപാട് പേര് അനിയനെ പോലെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് വന്ന് പോകുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ആൾക്കാര് വിപരീതമായിട്ട് പറയുന്നുണ്ട്. അതിനെപ്പറ്റി പറയാനുള്ളത്, നമ്മള് ഒരു ഫംഗ്ഷന് പോവുക എന്നുള്ളത് പരിപാടി അറ്റൻഡ് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മുടെ സൗഹൃദം ഉണ്ടാവും, ചിലപ്പോൾ ഡാൻസ് കളിക്കും, ഒരുമിച്ച് ആശംസ ചെയ്യും എന്നും പറഞ്ഞ്. സൂപ്പർ ഡാൻസ് ആണ്, ഒരു കിടിലൻ ഡാൻസ് ആണ് അത്. ഈ ഷൂട്ട് കാണിക്കാണ് പൊളിച്ചേനെ, തെന്നി വീഴും ചിലപ്പോ. അതാണ് ഡാൻസ് അല്ലേ? ആ ഡാൻസ് പിന്നെ കാണിക്കാൻ പറ്റൂ? ചുമ്മാ ചെറിയൊരെണ്ണം ഇട്ടാലോ, നമുക്ക് നോക്കിയാൽ. ഇവിടെ ആണേലും തെന്നൂടാ, ഇത് ഫോറം അല്ലേ? ഫോറം മോളിൽ അലിൻ ജോസ് പെരേര നൃത്തരംഗങ്ങൾ. എടാ, ഈ ഉഗ്രം പരിപാടി നമുക്ക് കാണിക്കാം. എന്താണെന്നറിയോ? ആ ഫോറത്തിൽ കളി നടക്കുമല്ലേ, ആ നാട്ടിക്കൊരു ഡാൻസും കളിച്ചാൽ ഒരു ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അല്ല, നമ്മളങ്ങനെ മറ്റേ പബ്ലിക്കായിട്ട് ഡാൻസ് കളിക്കുകയാണെങ്കിൽ നമ്മള് പബ്ലിക് റോഡിൽ ചെയ്യും. പക്ഷെ നമ്മള് അങ്ങനെ ഒരു താല്പര്യം ചെയ്യുന്നല്ല, നമുക്ക് ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യണം. ഇന്ത്യൻ ടീമിനെ പ്രൊമോട്ട് ചെയ്ത് AJP അവിടെ കൊട്ടത്തില്ലേ, അവിടെ പോയി നല്ലൊരു ഡാൻസ് കളിക്കണം. നമുക്ക് എല്ലാവരും കൂടെ ഡാൻസ് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് തമാശക്ക് ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ അറിയാലോ, മനസ്സിലായി? പ്രൊഫഷണലായിട്ട് ഇപ്പൊ നമ്മൾ അഭിനയം പ്രൊഫഷണലായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അഭിനയം പഠിച്ചു വരുന്നുണ്ട്. ഓരോ ഷോർട്ട് ഫിലിമിലും പുതിയ ഫീൽഡിലും വരുന്നുണ്ട്. പ്രൊജക്ട്സും ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത വർക്ക് എന്നെ വെച്ച് പ്ലാൻ ചെയ്യുന്ന പല സിനിമകളിലും ചെകുത്താനെയും കൂടി ആഡ് ചെയ്യണം. വലിയ വർക്ക്, വലിയ വർക്കിലാണ് പടത്തില് മാത്രം ആഡ് ചെയ്ത് കണ്ടു. മറ്റേ മിനിഫോണ്ട് ഒരു പടത്തില്. അപ്പൊ അതിനുശേഷം ഒരു പടത്തിൽ നമുക്ക് പ്ലാൻ ആക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അവസരങ്ങൾ കുറഞ്ഞു. മമ്മൂക്കയോട് പറയുമെന്ന് പറഞ്ഞു. മമ്മൂട്ടി പിന്നെന്താ അങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ആരെങ്കിലും വന്ന എന്തിനാ അങ്ങനെ അനാവശ്യം പറയുന്നത്? അലിൻ ജോസ് പെരേര അങ്ങനത്തെ ആളല്ലല്ലോ. വന്നിട്ട് പറഞ്ഞതല്ല, പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനത്തെ കമന്ററി. ഇപ്പൊ നമ്മളെല്ലാരും എല്ലാ സ്ത്രീകളും ആ രീതിയിൽ കാണുകയാണെങ്കിൽ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം
ഇതിലും വലിയ ഫംഗ്ഷനിൽ ഞാൻ പോകുന്നുണ്ട്, മറ്റേ കല്യാണ ഫംഗ്ഷനിൽ. അവിടെ ചെന്നിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട് എന്നും പറഞ്ഞ് അവിടെ വേറെ മോശം ഏർപ്പാടല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാരെല്ലാവരും ആ ഒരു കണ്ണിലല്ല കാണുന്നത് അല്ലേ? ചേട്ടൻ എന്താ പറയാനുള്ളത്? അതെ, ആ ഒരു കണ്ണ്, ആ അതാണ് ഈ കണ്ണ്. ഈ ഒരു കണ്ണുകൊണ്ട് കാണാൻ, ഈ കണ്ണുകൊണ്ടും കാണാൻ, രണ്ട് കണ്ണുകൊണ്ടും കാണും. ആ അതാണ്. ഇപ്പൊ മറ്റേ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിവാദം ആ പറ. സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ആറട്ടനെ ആ എന്നോട് പറഞ്ഞു എന്റെ കൂടത്തെ ഒരു കൊച്ചിനെ കുറിച്ച് ചേട്ടൻ തിരക്കിന്ന് പറഞ്ഞു. എന്റെ കൂട്ടിലുള്ള കൊച്ചോ? എന്റെ കൂടത്തിലുള്ള അത് ഏത് കൊച്ചാടാ? പേര് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയപ്പോ ഞാൻ ചോദിക്കട്ടെ, അത് കൊള്ളാം. ഏത് കൊച്ചാ? പമ്പ പമ്പ ഞാനും ചോദിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു പമ്പ എന്താ പരിപാടി? എന്താ പമ്പ? പമ്പ കൊള്ളാം. പമ്പ കൊള്ളാന്നോണ്ടല്ലേ ചോദിക്കണത്. പമ്പയുടെ ഒരു ഇന്റർവ്യൂ വേണം, പറ്റുമോ? പമ്പയുടെ ഒരു ഇന്റർവ്യൂ സെറ്റ് ആക്കാൻ. അവള് ഇന്റർവ്യൂവിന് ചാർജ് ഒക്കെ മേടിക്കുന്ന, ഇന്റർവ്യൂവിന് പൈസ മേടിക്കുവോ? ആഹാ, അപ്പൊ പറഞ്ഞല്ലോ. അയ്യോ, അത് വേണ്ട, അത് വേണ്ട. അപ്പൊ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്തിരിക്കും. വേണ്ട വേണ്ട വേണ്ട, ഡാൻസ് കളിക്കാൻ. അപ്പൊ ശരി, പൊട്ടി. ഓരോ കുഴപ്പമില്ല, കരയുന്നേ. ഇനി അടുത്ത വിശേഷം പറയാം. ഇനി അടുത്തത് നമ്മളെ അടുത്തത് ഈ ഡെയിലി റീക്രിയേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ സിനിമകളെ റീക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആട് 2-ന്റെയും ആട് 1-ന്റെയും അതേ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒന്നും കൂടി കൊണ്ടുവരികയാണ് എന്നിലൂടെ. സാത്താൻ സേവിയറായിട്ടും സർബത്ത് ഷമീറായിട്ടും ഷാജി പാപ്പനായിട്ടും ഞാൻ വരികയാണ്. ഷാജി പാപ്പൻ 3 പേരുടെ ലുക്ക് നമ്മൾ മേക്കപ്പ് ചെയ്ത് റെഡിയാണ്. മേക്ക് ഓവർ, ഫോട്ടോഷൂട്ടും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങും. പുതിയ റീക്രിയേഷൻ പ്രൊജക്ട് അതാണ്. പിന്നെ നമ്മുടെ ലാലേട്ടന് വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടന് കൂട്ടുകാരൻ അപ്പൊ ലാലേട്ടന്റെ ദൃശ്യം എല്ലാരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിലെ ജോർജ് കുട്ടിയുടെ വേഷപ്പകർച്ചകൾ ഇന്നലെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം അത് മാൻഡസം പിടിച്ചു വരികയുള്ളു. എത്രത്തോളം വരുമെന്ന് അറിയില്ല. എന്നാലും ജോർജ് കുട്ടിയുടെ ആ ഒരു പരിപാടികൾ നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വിഷ്ണു കൊച്ചിക്കാരെ സമീപിച്ചാൽ മതി. മറ്റേ കോർഡിനേഷൻ ചെയ്യുന്നു. കാസ്റ്റിംഗ് ഡയറക്ടർ വിഷ്ണുവാണ്. കോർഡിനേഷൻ നമ്മുടെ വർക്കൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന വിഷ്ണു. അങ്ങനെ കുറച്ച് ടീമൊക്കെ നമുക്കൊരു ചാൻസ് വെച്ചപ്പോ ഇങ്ങനെ പറയണത്. നമ്മളെ വിളിച്ച ഓഫീസുമായി ബന്ധപ്പെടാൻ പറയുന്ന സമയം വരുന്നുണ്ട്. ഉടനെ കേൾക്കാം. പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി പിന്നെ സെക്രട്ടറി വരും അല്ലേ? ഇപ്പൊ ഈ റീച്ച് എപ്പോഴും നിലനിൽക്കില്ല. അപ്പൊ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തട്ടുകട, പിന്നെ ബ്യൂട്ടി പാർലർ, പിന്നെ ലേഡീസ് ഷോപ്പില്ലേ? ഇല്ല, ലേഡീസിന്റെ ഷോപ്പ് ഉണ്ടല്ലോ, മറ്റേ മലയൊക്കെ ഉള്ള. അപ്പൊ അത്, പിന്നെ ലേഡീസ് സ്റ്റോർ, പിന്നെ ഡ്രസ്സിന്റെ ഷോപ്പ്, ബേക്കറി. അതൊക്കെയാണ് അലിൻ ജോസ് പെരേരയുടെ അടുത്ത പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ. എന്താണ് അലിൻ ജോസ് പെരേരയുടെ ഫ്യൂച്ചർ പ്ലാൻ? താൻ ഇതെന്ത് ചെയ്തു? ഇറച്ചി വിട്ടുകാർ സംസാരിക്കാം. എപ്സ്റ്റീൻ ഫയൽസ് കണ്ടപ്പോഴാണ്. അതെ അതെ. ഓക്കെ, താങ്ക് യു. പോവാണോ? ബിരിയാണി മേടിച്ചോ? അത് കൊള്ളാം. വേണ്ട, ഇപ്പൊ പോണ്ട. ഇവിടെ സൈജയുടെ പറഞ്ഞ